ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. IPC ക്രൈസ്റ്റ് രഹോബോത്ത് വർഷിപ്പ് സെന്റർ ഒരുക്കുന്ന യേശു എന്ന തൊട്ടു എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പ്രോഗ്രാം ഇവിടെ പ്രാർത്ഥിച്ച് ആരംഭിക്കുകയാകുന്നു. മഹാപരിശുദ്ധനാകുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥനാകുന്ന എന്റെ പിതാവേ, ഈ നല്ല സഹായവേളയ്ക്കായിട്ട് നന്ദി പറയുന്നു. ദൈവത്തിന്റെ പരിശുദ്ധിയാത്മാവ് ഞങ്ങളെ ശക്തീകരിക്കുമാറാകണം. ഈ പ്രോഗ്രാമിനെ അനുഗ്രഹിക്കുമാറാകണം. ആദ്യോടൊപ്പം ദൈവത്തിന്റെ വലിയ സാന്നിധ്യം കൂടിയിരിക്കുമാറാകണം. സർവ്വതും ദൈവനാമമഹത്വത്തിനായി ചെയ്യുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമേ. എല്ലാ സ്തുതി സ്തോത്രവും അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കേൾക്കുമാറാകണമേ. ആമേൻ.
പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. IPC ക്രൈസ്റ്റ് രഘുബോധ് വർഷിപ്പ് സെന്റർ ഒരുക്കുന്ന യേശുവിനെ തൊട്ടു എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവജനമേ, ഇവിടെ ശുശ്രൂഷിക്കുന്നത് പാസ്റ്റർ ഷാജി നെടുമ്പറ എന്ന ദൈവദാസനാണ്. അനുകൃതമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സഭയെ ശക്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവദാസനെ അതിശക്തമായി പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രോഗ്രാം ഇന്നിവിടെ ആരംഭിക്കുകയാണ്. ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങൾ, ദൈവം ചെയ്ത വിടുതലുകൾ പങ്കുവയ്ക്കുന്ന പ്രോഗ്രാമാണ് യേശു എന്നെ തൊട്ടു എന്ന ഈ നല്ല അനുഭവം. അത്തരത്തിൽ ഒരുപാട് മക്കൾ, ദൈവമക്കൾ, അനേക പാപികൾ, രോഗത്താൽ പറയുന്നവർ കടന്നു വന്ന് ദൈവിക സൗഖ്യം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ദൈവിക സൗഖ്യം അനുഭവിച്ചറിഞ്ഞ ഒരു കുടുംബത്തെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുവാൻ പോവുകയാണ്. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആന്റി, യേശുവിനെ തൊട്ടു എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. എന്താണ് ആന്റിയുടെ പേര്? ഒരു പശ്ചാത്തലമുള്ള മക്കളുടെ പേര്? മക്കള് 3 പേര്. മൂത്തയാൾ അൻസു, രണ്ടാമത്തെ ആൾ ആഷ്ലി, മൂന്നാമത്തെ ആള് അനിൽ. ആന്റി ഈ ചർച്ചിൽ വരുവാനുണ്ടായ കാരണം മുമ്പ് എവിടെയായിരുന്നു? മുമ്പ് ഞങ്ങള് സഭകളിലൊന്നും പോയിരുന്നില്ല. ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു, എങ്കിലും സഭകളിലൊന്നും അങ്ങനെ പോകുന്നില്ലായിരുന്നു. ജീവിതത്തില് അനുഭവം എന്ന് പറയാനായിട്ട് എന്റെ സഹോദരന് സുഖമില്ലാതെ ഏറെ നാൾ കാലിന് മുറിവ് വന്നു, ഒരുപാട് കഷ്ടം അനുഭവിച്ചു. ഒത്തിരി നാൾ വേദനയാൽ പല ആശുപത്രികളിൽ പോയിട്ട് ഒരു സൗഖ്യമില്ലാതെ കണ്ട് ഞങ്ങൾ വണ്ടാനം പറ്റിയപ്പോൾ മാസങ്ങൾ കിടന്നു, ഒരു മാറ്റവുമില്ല. ലാസ്റ്റ് മരണത്തിന്റെ അവസ്ഥ വരെ ചെന്നു. മരിച്ചു പോകുമെന്ന് ഡോക്ടർ പറഞ്ഞു, അവരും പറഞ്ഞു മരിച്ചു പോകുമെന്ന്. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു ദേവദാസി ഞങ്ങളെ വിളിച്ച് പറഞ്ഞു, ഒരു ദൈവദാസനുണ്ട്, ദേവദാസനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ഒരു രാത്രി ദേവദാസനെ വിളിച്ചു. രാത്രി തന്നെ ദേവദാസൻ ഫോണെടുത്ത് ഞങ്ങളോട് സംസാരിച്ചു. ദേവദാസനോട് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു. ആ മാത്രയിൽ തന്നെ ദേവദാസൻ അവന് വേണ്ടി പ്രാർത്ഥിച്ച് രാത്രിയായപ്പോൾ അവന് പെട്ടെന്ന് അവന്റെ ശരീരത്തിന് വിടുതൽ അവന് അനുഭവപ്പെട്ടു. രാവിലെ അവൻ തന്നെ പാസ്റ്ററെ വിളിച്ചു, ദേവദാസനെ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് ഇന്നലെ പാസ്റ്റർ പ്രാർത്ഥനയിൽ എനിക്ക് നല്ലൊരു വിടുതൽ കിട്ടി. അത് കണ്ട് ഞങ്ങൾക്ക് അതൊരു വിശ്വാസമായി മാറി. അത് അവനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. അങ്ങനെ ഞങ്ങൾ ദേവദാസനെ വന്ന് കണ്ടു. ഞങ്ങൾ സഭയിൽ വരാൻ ഞങ്ങളുടെ താല്പര്യം അറിയിച്ചു. അപ്രകാരം ഞങ്ങൾ സഭയിലേക്ക് കടന്നു വന്നു. ഈ സംശയം വന്ന ശേഷം ആന്റിക്കുള്ള അനുഭവങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ പോകുന്ന ആന്റി അനുഭവം എങ്ങനെയാണ് ജീവിതത്തിൽ? ഈ സഭയിൽ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും എല്ലാം ദൈവം ഞങ്ങൾക്ക് ഒരുപാട് നന്മകൾ തന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ മക്കളിലുള്ള മാറ്റങ്ങള്, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലുള്ള മാറ്റങ്ങള് എല്ലാം ദൈവം ഞങ്ങൾക്ക് നല്ല നന്മ ഞങ്ങൾക്ക് തന്ന് ഞങ്ങൾക്കത് അനുഭവിക്കാൻ കഴിഞ്ഞു. പിന്നെ മക്കള് പഠന കാര്യത്തിലാണെങ്കിലും പഴയതിലും നന്നായിട്ട് വന്നു. ചർച്ചിന് കൊയറിലായി, ആക്റ്റീവായി. പിന്നെ ഗിറ്റാർ പഠിച്ചു, അത് വായിക്കുന്നുണ്ട്. കൊയറിൽ പാട്ട് പാടുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ചർച്ചിൽ നല്ല ആക്റ്റീവായി നിൽക്കുന്നു. ഞങ്ങളുടെ ജീവിത കാര്യങ്ങളിലെല്ലാം ദൈവം ഞങ്ങൾക്ക് നന്മ ചെയ്തു എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഞങ്ങൾക്കത് അനുഭവത്തിലൂടെ ഞങ്ങൾക്കത് മനസ്സിലായ കാര്യങ്ങളാണ്. യേശുവിനെ കണ്ടുമുട്ടിയിട്ട് പഴയ അനുഭവത്തെക്കാൾ ഇപ്പോൾ ലഭിക്കുന്ന അനുഭവങ്ങളൊക്കെ വളരെ ശ്രേഷ്ഠമല്ലേ? സന്തോഷ സമാധാനം കുടുംബത്തിൽ. പഴയ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ വീട്ടില് എപ്പോഴും അലോഗ്യമുള്ള ഒരു സമയമായിരുന്നു. വായിൽ നല്ലതൊന്നും ശരിക്കും വന്നിട്ടില്ല. ശരിക്കും അതിൽ നിന്നും ഒത്തിരി ഭവനത്തിൽ നല്ല അന്തരീക്ഷം, സമാധാനം, സന്തോഷം,
മക്കളിൽ നിന്ന് സന്തോഷം, വീട്ടിൽ ഇപ്പോൾ ഞങ്ങൾക്ക് പഴയതിലും എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് നന്മ ഉണ്ടെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. അപ്രകാരം തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് അനുഭവമായി. അത് പഴയതിലും നല്ല ജീവിതം ഞങ്ങൾക്ക് ഇപ്പം കിട്ടിയെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ദൈവസന്നിധിയിൽ വന്നതിന് ശേഷം. നല്ല അനുഭവ സാക്ഷ്യം കേൾക്കുവാൻ ദൈവം സഹായിച്ചു. ആദ്യമുണ്ടായ അനുഭവം മുമ്പത്തെക്കാട്ടിലും ദൈവം ഇപ്പോഴത്തെ സ്ഥിതികളെ മാറ്റി ഒരുപാട് സമാധാനം നൽകി തന്നു, നന്മകൾ നൽകി തന്നു. കുഞ്ഞുങ്ങളെ നല്ല നിലയിലാക്കുവാൻ ദൈവം സഹായിച്ചു. ഈ ചർച്ചിൽ നല്ലൊരു ഭാഗവാക്കാകുവാൻ അവർ കടന്നു വന്നപ്പോൾ പ്രിയമുള്ളവരെ ആ കുടുംബത്തിന്റെ സ്ഥിതി കർത്താവ് മാറ്റി. കുഞ്ഞുങ്ങൾ നല്ല നിലയിലെത്തി. കർത്താവിനെ അനുഭവിച്ചറിയുവാൻ ദൈവം അവരെ സഹായിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാവരും ഈ സാക്ഷ്യം ശ്രമിച്ചുവല്ലോ. എത്ര അനുഭവമേറിയ ഒരു സാക്ഷ്യമാണ് നാം കേട്ടത്. ദൈവം ചെയ്ത വിടുതലുകൾ, ദൈവം ചെയ്ത നന്മകൾ, പാപത്തിന്റെ അധമത്തിൽ കിടന്ന ഈ കുടുംബത്തെ, സമാധാനമില്ലാതെ കിടന്ന ഈ കുടുംബത്തെ കർത്താവ് സമാധാനം നൽകി, സന്തോഷം നൽകി കൊണ്ടുവന്നു. അതാണ് ദൈവം ചെയ്ത വിടുതലുകൾ. നാം എല്ലാവരും മറ്റുള്ളവരോട് ഈ സ്നേഹത്തെ കുറിച്ച് പങ്കുവയ്ക്കണം. പ്രിയമുള്ളവരെ, എല്ലാവരും ഈ സഹോദരിയെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി IPC രംഗബോസ് ക്രൈസ്റ്റ് വർഷിപ്പ് സെന്റർ ചെയ്തുകൊണ്ടിരിക്കുകയാകുന്നു. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. വീണ്ടും നമുക്ക് ദൈവം അനുവദിക്കുകയാണെങ്കിൽ, കർത്താവിന്റെ വരവ് താമസിക്കുകയാണെങ്കിൽ, ഇതേ സമയത്ത്, ഈ സമയം തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കണ്ടുമുട്ടാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രോഗ്രാമുകളെ അവസാനിപ്പിക്കുന്നു. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എന്റെ കർത്താവായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുവൃതമായ ഈ നല്ല വേളയ്ക്കായിട്ട് നന്ദി പറയുന്നു. ഈ ചുരുങ്ങിയ സമയം കർത്താവിന്റെ പാദമെടുത്ത് ഇരുന്നുകൊണ്ട് ദൈവം ചെയ്ത വിടുതലുകളെ കേൾക്കുവാൻ ദൈവം സഹായിച്ചുവല്ലോ. കർത്താവെ, പ്രിയ ദാസിയെ അനുഗ്രഹിക്കുമാറാകണം. ആ കുടുംബത്തെ മാനിക്കുമാറാകണം. ശക്തിയോടെ കർത്താവ് ഉപയോഗിക്കുമാറാകണമേ. ഇന്ന് ഈ ലൈവിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാൽ കൊണ്ട് നിറയ്ക്കണം. ഈ സഭയിൽ ഒരു ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദൈവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം മാനിക്കുമാറാകണം, ശക്തീകരിക്കുമാറാകണം. വീണ്ടും കണ്ടുമുട്ടുമ്പോഴും ദൈവ സാന്നിധ്യത്തിൽ ഞങ്ങളെ മറയ്ക്കുമാറാകണമേ. എല്ലാ മഹത്വമാനവും അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കേൾക്കുമാറാകണേ പിതാവേ. ആമേൻ.